ഓൾ വെൽക്കം ടു പ്രണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നു. ക്രിസ്റ്റഫർ 2023 ഇറങ്ങിയ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകണം. ഈ സിനിമയുടെ സംവിധാനം വന്നിട്ട് ഉണ്ണികൃഷ്ണൻ ബി, കഥ, തിരക്കഥ, സംഭാഷണം ഉദയകൃഷ്ണ, പ്രധാന വേഷങ്ങൾ ചെയ്യുന്ന മമ്മൂട്ടി, വിനയ്, സ്നേഹ, അമല പോൾ, ദിലീഷ് പോത്തൻ, ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് പ്രധാനപ്പെട്ട വേഷങ്ങളൊക്കെ ചെയ്യുന്ന ബയോഗ്രഫിയാണ് വിജിലൻ്റ് കോപ്പ് എന്ന് പറയുന്ന ഒരു ടാഗ്ലൈനോട് കൂടിയുള്ള സിനിമയാണ് ഈ ഒരു ക്രിസ്റ്റഫർ. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ സമൂഹത്തിനോട് നീതി പുലർത്തിയ ഒരു ഫസ്റ്റ് ഹാഫ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് ക്രൈംസ്, മർഡർ, റേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള എന്താണ്? റേപ്പ്. ഇതിന് എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു 100% ഒരു സത്യസന്ധനും ആത്മാർത്ഥമുള്ളൊരു പോലീസുകാരനാണ് മമ്മൂട്ടി ഈ സിനിമയിലേക്ക് വരുന്നത്. പ്രധാനമായിട്ടും സമൂഹത്തിലൂടെ നീതി പുലർത്തിയ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ നമുക്ക് പറയാം, നിസ്സംശയം പറയാം. കാരണം ഇങ്ങനെ ആയിരിക്കണം ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞ ഒരു ഇത് നമുക്ക് സമൂഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇങ്ങനെ ഒരു പോലീസ് ഓഫീസർ വരണം എന്നുള്ള ഒരു അതിന് 100% ഒരു എന്താണ് ഇപ്പം സമൂഹം ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയൊക്കെ ചർച്ച ചെയ്യാവുന്ന രീതിക്കുള്ള ഒരു പോലീസ് ഓഫീസർ, നീതിമാനായ ഒരാളായിട്ടാണ് മമ്മൂട്ടി ഈ റോൾ ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വളരെ ഗംഭീരമായിട്ട് പോയി. നമുക്ക് ഓരോ ക്രൈംസും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നടക്കുന്ന ഒരുപാട് ക്രൈംസിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് വിഷ്വൽസും സീക്വൻസുകളും കാര്യങ്ങളെ കൊണ്ട് മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കണം ഒരു പോലീസ് ഓഫീസർ എന്നുള്ള ഒരു ഇതിന് ഒരു മാറ്റവും ഇല്ല. ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഈ ഒരു പോലീസ് ഓഫീസറിൻ്റെ ഒരു കിടിലൻ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഹാഫ്. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന നേരത്ത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷനും ഫ്ലാഷ് ബാക്കൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സംഭവം വരുമ്പോൾ ഫസ്റ്റ് ഹാഫിനോട് നീതി പുലർത്താത്ത ഒരു സെക്കൻഡ് ഹാഫായിരുന്നു എനിക്ക് തോന്നിപ്പോയി. അത് മാത്രമല്ല, ലോജിക്കൽ പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതങ്ങനെയല്ല, അതിങ്ങനെയാവോ, ചില സീക്വൻസൊക്കെ നമുക്ക് എന്തൊക്കെയോ തൽക്കാലമായിട്ട് തട്ടിക്കൂട്ടിയെടുത്ത കണക്കായിപ്പോയി. പക്ഷേ ഫസ്റ്റ് ഹാഫ് ബ്രില്യൻ്റായിരുന്നു. ബ്രില്യൻ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ ഈ ഒരു ഇന്ത്യയിലേക്ക് നമുക്കൊരു ആശയം കൊടുക്കാം. ഈ ഒരു ഓഫീസറേയും ഈ ഒരു സീക്വൻസ് വെച്ച് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ആശയം നമുക്ക് കൊടുക്കാം. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ട ഒരു ത്രില്ലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അത് വേറെ ട്രാക്കിലേക്കായിപ്പോയി കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സ്നേഹ മമ്മൂട്ടി കോംബോ ഒരു ഹൈലൈറ്റാണ് ഈ പടത്തിൻ്റെ. ഒരു തുറപ്പുകുരാൻ, അത് മാത്രമല്ല ഗ്രേറ്റ് ഫാദർ എന്നീ സിനിമയ്ക്ക് ശേഷം സ്നേഹ മമ്മൂട്ടി കോംബോ എന്നൊരു പടം കൂടാനുള്ള പ്രത്യേകതയുണ്ട്. കാരണം ഈ ഒരു കോംബോ എപ്പോൾ വന്നാലും ഒരു ഹിറ്റ് പടമായിരിക്കും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. അത് കൈവിടാതെ തന്നെയാണ് ക്രിസ്റ്റഫർ പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിലെ ഒരു തിരക്കഥയും സെക്കൻഡ് ഹാഫിൻ്റെ തിരക്കഥയും വെച്ച് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എവിടെയും ഒരു തൃപ്തി തരുന്നില്ല. കാരണം ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അവരൊക്കെ ഒരു പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഇതൊന്നുമല്ല. അത് വെറും ഒരു എന്ന് വെച്ചാൽ ഒരു പാഴ് സീക്വൻസാണ് നമുക്ക് പോയിപ്പോയി. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എൻ്റെ ടാഗിലെന്ന് വെച്ചാൽ ബയോഗ്രഫി ഓഫ് ആൻ വിജിലൻ്റ് കോപ്പ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫും കൂടെ കാണിക്കണം. അത് അങ്ങനൊരു കാര്യമുണ്ട്. പക്ഷേ ആ ലൈഫിലേക്ക് വരുമ്പോഴാണ് ഇവിടെ സ്റ്റോറി ലൈൻ വീക്കായി പോണത്. ഒരു നിലവാരമില്ലാത്ത ഒരു ഇതായിപ്പോയി. ഉദയകൃഷ്ണ എന്ന് പറഞ്ഞ ഒരു തിരക്കഥാകൃത്ത്, അത് ഒരുപാട് ഹിറ്റ് സിനിമയ്ക്ക് തിരക്കഥയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ഒരു സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൽ ഇത്രയ്ക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടില്ലാത്ത ഒരു തിരക്കഥ എഴുതി വെക്കാൻ വേണ്ടി പറ്റുന്നതാണ് ചിന്തിച്ചു പോകുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം ലോജിക്കില്ല, രണ്ടാമത്തെ കാര്യം തിരക്കഥ സ്ട്രോങ് അല്ല, അത് മുഖാന്തരം സംവിധാനത്തിൽ വന്ന പിഴവുകളാണെങ്കിൽ വേറെ. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ നോക്കാൻ നേരത്ത് ഇതൊരു വളരെ മോശം സെക്കൻഡ് ഹാഫ് എന്ന് തന്നെ പറയേണ്ടി വരും. ഫസ്റ്റ് ഹാഫ് വളരെ മികച്ചതായിരുന്നു. കാരണം ഈ ഹീറോയുടെ ഒരു ഐഡൻറ്റിറ്റി കാര്യങ്ങൾ ഫ്ലാഷ് ബാക്കൊക്കെ കാണിക്കുന്നിടത്ത് ഫസ്റ്റ് ഹാഫ് വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് അത് വരാൻ നേരത്ത് അത് തികച്ചും ഒരു ഡിസസ്റ്റർ ആയിപ്പോയെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. കാരണം ഇവിടെ ഒരുപാട് റിവ്യൂവേഴ്സിനെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കറിയാം. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഈ ഒരു സിനിമ സെക്കൻഡ് ഹാഫ് അത്രയ്ക്ക് തൃപ്തികരമായിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് നമുക്ക് നീതി തരുന്ന അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു അന്തസ്സോടെ പറയാൻ വേണ്ടി പറ്റുന്ന നമുക്കിപ്പോൾ ഒരു കാര്യമുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ റിയൽ ലൈഫിൽ ഇപ്പോൾ ഒരു റേപ്പ് വിക്ടത്തിന് അല്ലെങ്കിൽ റേപ്പ് വിക്ടത്തിന് അപ്പോൾ കോടതി നമുക്ക് ഏറ്റവും നീതിയായ ഒരു വിധി വന്നാൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കപ്പെടും. അത് ചില സമയത്ത് നീതി കിട്ടുന്ന ബദൽ. പക്ഷേ അവിടെയാണ് ഒരു പോലീസ് ഓഫീസറിൻ്റെ ഇടപെടലും കാര്യങ്ങളൊക്കെ നമുക്കൊരു തൃപ്തി തരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിനൊരു നീതി കിട്ടുന്ന രീതിക്കാണ് ഈ ഒരു ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നത്. പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി തന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഈ ഒരു പ്രായത്തിലും തന്നെക്കൊണ്ട് പറ്റുന്ന പോലെ താൻ ആ ഒരു റോളും ഫൈറ്റും കാര്യങ്ങളും ഇമോഷൻസും ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇതിലെ നെഗറ്റീവ് റോൾ ചെയ്യുന്ന വിനയ് ആണെങ്കിൽ
നല്ല രീതിക്ക് ഈ ഒരു സീക്വൻസും തനിക്ക് കൊടുത്തിരിക്കുന്ന റോളും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് വിനയ് പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് സൂപ്പറാണ്. പിന്നെ സിനിമയിൽ മറ്റൊരു തരം നോക്കുകയാണെങ്കിൽ അമല പോളിൻ്റെ പെർഫോമൻസ് അത് എടുത്തു പറയേണ്ട ഒരു കഥയാണ്. കാരണം ഒരു ഇൻ്റലിജൻ്റായ ഒരു പോലീസ് ഓഫീസർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിന് അമല പോളും അവിടെ നന്നായിട്ട് തന്നെ അവിടെ ഒരു റോളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ സ്നേഹയുടെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂട്ടിയോട് ഒപ്പത്തിനൊപ്പം നിന്നിട്ട് ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് എന്ന റോളിന് അത്യാവശ്യം ഒരു നീതി പുലർത്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെന്ത് പറയണമെന്ന് എനിക്കതില്ല. ഷൈൻ ടോം ചാക്കോ അദ്ദേഹം ഒരുപാട് സിനിമയിൽ കാണിച്ചു വെച്ചേക്കുന്ന ഒരു മാനേഴ്സ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ കാണിച്ചപ്പോൾ അത്യാവശ്യം രസകരമായുള്ള കാര്യങ്ങൾ വേറെ. പക്ഷേ നമ്മൾ കണ്ടുവന്ന അതേ ഒരു മാനേഴ്സും ഇവിടെ ഷൈൻ ടോം ചാക്കോ ഇവിടെ കൊണ്ടുപോകാനായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒരു രീതിക്കാണ് ഇങ്ങനെ പോകുന്നത്. അത് മറ്റൊരു രീതി. പക്ഷേ ഷൈൻ ടോം ചാക്കോയുടെ ഈ ഒരു റോളോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമോ ഒന്നും ഈ സിനിമയ്ക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോണ പല രീതികളും ഉണ്ടായിട്ടുണ്ട്. കാരണം പല സീക്വൻസുകളൊക്കെ ഇതൊക്കെ ഒന്നും ഈ ഒരു കഥാപാത്രം ഈ സിനിമയ്ക്ക് വേണ്ടിയിരുന്നു. പക്ഷേ അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയ്ക്ക് ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ ഒരുപാടത്ത് ഡയലോഗുകളുടെ ഒരു കട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു സംഭവം ചോദിക്കുന്ന നേരത്തെ ഇപ്പം അത്യാവശ്യം വന്നപ്പോൾ ഇങ്ങനെ ഇപ്പം ഒരു ഡയലോഗ് പറയാൻ അതിനൊരു മറുപടി കിട്ടാണ്ട് പോവുക, അല്ലെങ്കിൽ അത് മുഖാന്തരം മുന്നോട്ട് പോവുക, പിന്നെ ഒരു ഏച്ച് കെട്ടി അണക്കത്ത ഒരു കാര്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് തോന്നിപ്പോയി. അത്രയ്ക്കൊരു വീക്ക് ഇതെല്ലാം വരുന്ന സെക്കൻഡ് ഹാഫിലാണ്. വീക്ക് സെക്കൻഡ് ഹാഫാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ബ്രില്യൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടിങ്ങനെ ത്രില്ലർ ചെയ്യുന്ന സമയത്ത് ക്രിസ്റ്റഫറിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഗും കാരണം നമുക്ക് ഒരു നീതി കിട്ടാത്ത രീതിക്കായിപ്പോയി കാര്യങ്ങളൊക്കെ. എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഇങ്ങനെ കൊണ്ടുപോയി. പിന്നെ ട്വിസ്റ്റുകളൊക്കെ വരുന്ന പോലും ഒരു നിലവാരം ഇല്ലാത്ത ട്വിസ്റ്റായിപ്പോയി. പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന ഒരു ഇതായ സെക്കൻഡ് ഹാഫായിപ്പോയി ഈ ഒരു ക്രിസ്റ്റഫർ സിനിമയെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ ഒരു എന്താ പറയുക, ക്രിസ്റ്റഫറിനെ പറ്റിയതാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ക്രിസ്റ്റഫർ എന്നെ അപേക്ഷിച്ച് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. അതായത് ഫസ്റ്റ് ഹാഫ് ഇസ് എ ബ്രില്യൻറ്റ് ആൻഡ് സൊസൈറ്റിയോടൊക്കെ നീതി പുലർത്തിയൊരു ഫസ്റ്റ് ഹാഫും ഡിസാസ്റ്റർ സെക്കൻഡ് ഹാഫും. കാരണം തിരക്കഥ സ്ട്രോങ് അതാവുന്ന സെക്കൻഡ് ഹാഫാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഹാഫ് ഇസ് എ ബ്രില്യൻ്റ് എന്ന് വെച്ചാൽ ബ്രില്യൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. അത് സെക്കൻഡ് ഹാഫ് ഭയങ്കര ഡിസാസ്റ്റർ ആയിപ്പോയി. ഇതിന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റൂ. ഇതാണ് മമ്മൂട്ടി നായകനായ ക്രിസ്റ്റഫറിനെ പറ്റി എനിക്ക് പറയാൻ വേണ്ടി പറ്റിയ. ഇത് ഈ സിനിമയിലാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയുകയാണ്. ലോജിക്ക് പരമായിട്ടും സ്ക്രിപ്റ്റ് ബേസ് സ്ട്രോങ് ആയിട്ടും മുന്നോട്ട് പോയെങ്കിൽ പിന്നെ അനാവശ്യമായി ഒരു സ്ലോ മോഷൻ സീക്വൻസ് ഒന്ന് ഒഴിവാക്കിയെങ്കിൽ ഈ സിനിമ നല്ലതായിരുന്നു. തിരക്കഥയിൽ കുറച്ചും കൂടെ ഒരു സമൂഹത്തിനോട് നീതി പുലർത്തിയ സബ്ജക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടേ പോയിരുന്നെങ്കിൽ ഒരുപാട് ഒരു പ്രശംസയും കാര്യങ്ങളൊക്കെ നേടാൻ പറ്റിയ സിനിമയായി മാറിപ്പോയെന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റൂ. സോ ഇതാണ് എനിക്ക് ക്രിസ്റ്റഫറിനെ പറ്റി പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിഷയങ്ങൾ ഞാൻ വരുന്നതായിരിക്കും. അതിപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു സിനിമയുടെ വിഷയം വരുന്നതായിരിക്കും. ദിസ് പ്രണോ സൈനിങ് ഔട്ട്. ബൈ.